NB Biology Classes മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 5, the last episode. Chapter number 2, Reproductive Health in Class 12. Class 12 സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഈ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്കിന്റെ പേരാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും, വന്ധ്യത എന്ന് പറയും. ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, വന്ധ്യത ചികിത്സ, എന്താണ് ടെസ്റ്റ് ട്യൂബ് ബേബി, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരിക്കലും നേരിട്ട് ഈ എപ്പിസോഡിലേക്ക് കാണരുത്. എപ്പിസോഡ് നമ്പർ 1, 2, 3, 4, 5 ഈ രൂപത്തിൽ കണ്ടാൽ മാത്രമേ ക്ലാസ്സുകൾ മനസ്സിലാവുള്ളൂ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ സുവോളജി ചാപ്റ്റർ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒന്നാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മനസ്സിലാവണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ലെസൺ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലെസൺ, ഈ ചാനലിലേക്ക് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ്? ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, വന്ധ്യത ചികിത്സയും. സ്വാഗതം. ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ലാസ്റ്റ് എപ്പിസോഡ്, 5ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ എന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ എന്താണ് വന്ധ്യത? മലയാളത്തിൽ പറയട്ടെ, കുട്ടികളില്ലാത്ത അവസ്ഥ. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു, 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യത്തിന് ശേഷം അവർക്ക് കുട്ടികളില്ലെങ്കിൽ വാട്ട് വി കാൾ ആസ് ദേ ആർ ഇൻഫെർട്ടൈൽ. സോ കുട്ടികളില്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേര വന്ധ്യത. ഇത് ആണിനും വരാം, പെണ്ണിനും വരാം. ചിലപ്പോൾ ആണിന്റെ കാരണം കൊണ്ടായിരിക്കും കുട്ടികളില്ലാത്തത്, അല്ലെങ്കിൽ പെണ്ണിന്റെ കാരണം, സ്ത്രീയുടെ കാരണം കൊണ്ടായിരിക്കും കുട്ടികളില്ലാത്തത്. പക്ഷെ മിക്കവാറും നമ്മൾ ആരുടെ കാരണം കൊണ്ടാ പറയല്? സ്ത്രീയുടെ കാരണം കൊണ്ട്. പക്ഷെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എ ബേബി. അപ്പൊ രണ്ടുപേരുടെയും കാരണങ്ങൾ കൊണ്ട് കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്നാണ്. ഇനബിലിറ്റി ടു കൺസീവ്, ഗർഭം ധരിക്കാൻ കഴിയാത്ത കഴിവില്ലായ്മ, ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ, കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയില്ലാത്ത ഇനബിലിറ്റി, കഴിവില്ലായ്മ, ഈവൺ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ ഈസ് കാൾഡ് ഇൻഫെർട്ടിലിറ്റി. 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യം വഴി അൺപ്രൊട്ടക്റ്റഡ്, ഒരു കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളും ഉപയോഗിക്കാത്ത ലൈംഗിക ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കൺസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടെങ്കിൽ വാട്ട് വി കാൾ that condition is called infertility. So infertility is the inability to conceive or produce children even after 2 years of unprotected sexual cohabitation is called എന്തെന്ന് പറയുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞു, ഒരു കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളും ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളില്ലെങ്കിൽ നമുക്ക് പറയാം they are infertile. That condition is called എന്ന് വിളിക്കുന്ന പേരാ ഇൻഫെർട്ടിലിറ്റി. ഡെഫിനിഷൻ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. It is a inability to conceive or produce children even after 2 years of unprotected sexual cohabitation is called infertility. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലും നന്നായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഇന്ത്യയിലും ധാരാളം പേര് ഇപ്പൊ ഇൻഫെർട്ടൈൽ ആണ്. കല്യാണം കഴിച്ചിട്ടും അവർക്ക് എന്തുണ്ടാകുന്നില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ല. അതിന്റെ പല കാരണങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൽസ് ഇൻഫെർട്ടൈൽ ആകാം, അല്ലെങ്കിൽ ഫീമെയിൽസ് ഇൻഫെർട്ടൈൽ ആകാം. ചിലപ്പോൾ രണ്ടുപേരുടെയും കാരണം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരാളുടെ കാരണം കൊണ്ടായിരിക്കാം. അത് മെയിൽ ആകാം, ഫീമെയിൽ ആകാം. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഫിസിക്കൽ റീസൺസ് ആയിരിക്കാം. ശാരീരിക പ്രശ്നങ്ങൾ വഴി, ശാരീരിക കാരണങ്ങൾ വഴി ഇൻഫെർട്ടൈൽ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കൺജനീറ്റൽ, ജന്മനാ തന്നെ കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ടായിരിക്കാം. ഡിസീസ്, ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ എടുത്തു മാറ്റുക, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. ഡ്രഗ്സ്, ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ സ്പേമിന്റെ എണ്ണം കുറയാം. ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ വരാം. അതിന്റെ ഫലമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇമ്മ്യൂണോളജിക്കൽ, ആ കാരണങ്ങൾ വഴി രോഗപ്രതിരോധ ശേഷിയുടെ കുറഞ്ഞതിന്റെ ഫലമായി, കൂടിയതിന്റെ ഫലമായി ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയാത്ത അവസ്ഥയാണ്. സൈക്കോളജിക്കൽ, ഈവൻ സൈക്കോളജിക്കൽ റീസൺ പോലും എന്തിന് കാരണമാകുന്നുണ്ട്? ഇൻഫെർട്ടൈൽ. സൈക്കോളജിക്കൽ മാനസിക പ്രശ്നങ്ങളാകാം, അത് സെക്സിൽ ഏർപ്പെടാൻ താല്പര്യമില്ലായ്മ, അതൊക്കെയാണ് സൈക്കോളജിക്കൽ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ വട്ടായി അതൊന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം ഒന്ന് ഫിസിക്കൽ കാരണങ്ങളാകാം, ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, കൺജനിറ്റൽ ജന്മനാല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ഡിസീസസ്, ചില അസുഖങ്ങൾ വന്നതിന്റെ ഫലമായി കുഞ്ഞുങ്ങളുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം,
ഡ്രഗ്സ്, ചില മരുന്നുകൾ കഴിച്ചതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. ഇമ്മ്യൂണോളജിക്കൽ കാരണം, രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ആയിരിക്കാം. സോ ഇത്രയും കാരണങ്ങളാണ് ഇതിന് കാരണം ഇൻഫെർട്ടിലിറ്റി. എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇനബിലിറ്റി ടു കൺസീവ് എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുക, ഇനബിലിറ്റി കഴിവില്ലായ്മ, ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ കുട്ടികൾ ഉണ്ടാക്കാൻ കഴിവില്ലായ്മ, ഈവൺ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ. എന്ന അൺപ്രൊട്ടക്റ്റഡ് ഒരു കൺട്രാസെപ്റ്റീവ് മെത്തേഡുകളും ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ 2 വർഷം ചെയ്തിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നു. അതിന് കാരണങ്ങൾ നിരത്തിയിട്ടിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഫിസിക്കൽ റീസൺ ആകാം, കൺജനീറ്റൽ ആകാം, ഡിസീസസ് ആയിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, ഇമ്മ്യൂണോളജിക്കലായിരിക്കാം, സൈക്കോളജിക്കൽ ആയിരിക്കാം. ഇനി നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, വന്ധ്യത ചികിത്സയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹിയർ വി ഗോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, വന്ധ്യത ചികിത്സയാണ്. ഞാൻ പറഞ്ഞു ചില ഭാര്യയും കല്യാണം കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യം പോയും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് ഇന്റർകോഴ്സ് പോയും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങൾ വേണം. സാധാരണ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ആഗ്രഹമാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഭയങ്കര വിഷമമുണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും 6 വർഷം കഴിഞ്ഞിട്ടും 10 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ധാരാളം ദമ്പതിമാരെ നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും, അറിയുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങൾ വേണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഇത് ഒരു എപ്പിസോഡായി മാത്രം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ there are certain ചില ക്ലിനിക്കുകളുണ്ട്. What we call as special healthcare unit. ഇവിടെ സ്പെഷ്യൽ ഹെൽത്ത് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടി? ഡയഗ്നോസിസിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടി. എന്തിന്റെ? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടി. എന്താണ് ഇൻഫെർട്ടിലിറ്റി കാരണം എന്നുള്ള ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ള ചില സ്പെഷ്യൽ ഹെൽത്ത് കെയർ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാ, ക്ലിനിക്കുകളെ വിളിക്കുന്ന പേരാ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ എന്ന് പറയും. മലയാളത്തിൽ പറയും വന്ധ്യത ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന് പറയും. അപ്പൊ എന്താണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്? മക്കളെ, ഹോസ്പിറ്റലാണ്. അതിനകത്ത് എന്തുമാത്രം ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ. എന്താണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം, അതെങ്ങനെ ട്രീറ്റ്മെന്റ് നടത്തി അവർക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാം. കപ്പിൾസ് ദോസ് ഹു ഡു നോട്ട് ഹാവ് കുട്ടികൾ അല്ലെ, കുട്ടികളിൽ ചൈൽഡ്ലെസ് കപ്പിൾസ്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാം, ഏത് ടെക്നോളജി യൂസ് ചെയ്യാം, അങ്ങനെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില ഹെൽത്ത് കെയർ യൂണിറ്റ് ഉണ്ട്. ദാറ്റ് സ്പെഷ്യൽ ഹെൽത്ത് കെയർ യൂണിറ്റ് വേർ ഡയഗ്നോസിസ് ഈസ് ഡൺ ഫോർ ഡയഗ്നോസിസ് ഫോർ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിക്ക് എന്താ കാരണം എന്ന് അന്വേഷിക്കാൻ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇങ്ങനത്തെ സ്പെഷ്യൽ ഹെൽത്ത് കെയർ യൂണിറ്റുകൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ എന്ന് പറയും. മലയാളത്തിൽ പറയുന്ന പേരാണ് വന്ധ്യത ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന് പറയും. ഇവിടെ പ്രധാനമായും ധാരാളം ടെക്നോളജീസ് ഉണ്ട്. ഈ ഹെൽത്ത് കെയർ യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ക്ലിനിക്കിൽ ധാരാളം ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജീസ് വഴി നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, കുഞ്ഞുങ്ങൾ പ്രഗ്നന്റ് ആക്കാൻ കഴിയും. ആ ടെക്നോളജീസിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണ് ആർട്ട് എന്ന് പറയും. ഫുൾ ഫോം ആണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അല്ലാതെ ആർട്ട് അതൊരു കലയാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലയാണ്, അങ്ങനെയല്ല. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ധാരാളം ടെക്നോളജീസ് അവൈലബിൾ ആണ്. എന്തിനു വേണ്ടി? ചൈൽഡ്ലെസ് കപ്പിൾസിന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ടെക്നോളജീസ് അവൈലബിൾ ആണ്. ആ ടെക്നോളജീസിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ആർട്ട് എന്ന് പറയും. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ധാരാളം ടെക്നോളജീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 4 ടെക്നോളജീസ് എഴുതിയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇനി പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ആദ്യം ഇതിന്റെ പൂർണ്ണ രൂപങ്ങൾ പഠിക്കുക. ആദ്യം IVF-ET സ്ക്രീനിൽ കാണാം. അതിന്റെ ഫുൾ ഫോം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ET stand for embryo transfer. Okay, in vitro fertilization, ET stand for embryo transfer. രണ്ടാമത്തെ നോക്കൂ, ICSI. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ISIS അതൊരു തീവ്രവാദി സംഘടനയാണ് മക്കളെ. ICICI അതൊരു ബാങ്കാണ് മക്കളെ. ഇതെന്താണ്? ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഒന്നുമില്ല, പേര് പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൂന്നാമത് ഗിഫ്റ്റ്. ആഹാ, സമ്മാനം ഉണ്ടോ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനമല്ല മക്കളെ. ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ദ ലാസ്റ്റ് വൺ AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പൊ ഇത്രയാണ് ഷോർട്ട് ഫോം. ഏതൊക്കെയാണ്? IVF-ET ഫുൾ ഫോം എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. ICSI ഫുൾ ഫോം എന്താ? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. മൂന്നാമത്തെ എന്താ? ഗിഫ്റ്റ്, ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. നാലാമത്തെ എന്താ? AI,
ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഈ ടെക്നോളജിയൊക്കെ ഏതിന് കീഴിൽ വരുന്നതാണ്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അപ്പൊ ഈ ടെക്നോളജി വഴി നമുക്ക് കപ്പിൾസ് ദോസ് ഡസ് നോട്ട് ഹാവ് ചൈൽഡ് ഓർ ചൈൽഡ്ലെസ് കപ്പിൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ഈ ടെക്നോളജി വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു. ഈ ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇത് എവിടെയാണ് അവൈലബിൾ? ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. എന്താണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്? ദേ ആർ സ്പെഷ്യൽ ഹെൽത്ത് കെയർ യൂണിറ്റ് where infertility treatment is done. These special healthcare units are called infertility clinic, where certain technologies are available for producing children to those who do not have any children. The technologies are called assisted reproductive technology. Our technology like IVF, ICSI, GIFT, AI. അപ്പോൾ ഇതിന് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ആദ്യം ആരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? IVF, ET. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു ധാരാളം ടെക്നോളജി ഉണ്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ അല്ലെ. ആ ടെക്നോളജിയെ പൊതുവെ വിളിക്കുന്ന പേരാ ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അല്ല, ആദ്യത്തേതാണ് IVF ആൻഡ് ET എന്ന് പറയും. IVFന്റെ ഫുൾ ഫോം എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, എന്ത്? എംബ്രിയോ ട്രാൻസ്ഫർ. ETയുടെ ഫുൾ ഫോം ആണ് എംബ്രിയോ ട്രാൻസ്ഫർ. എന്താണ് ഇതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, IVFന്റെ ഫുൾ ഫോം ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി in almost similar condition as that in the body. Fertilization outside the body. സാധാരണയായിട്ട് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ ആംബ്യൂളയിൽ വെച്ചാണ് സ്പേമും മേക്കും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ആവുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ ഏകദേശം ഇതിനകത്തുള്ള സെയിം കണ്ടീഷൻസ് നമ്മൾ ലബോറട്ടറിയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നടക്കേണ്ട ഫെർട്ടിലൈസേഷൻ ആംബ്യൂളയിൽ വെച്ച്, ഒവിഡക്റ്റിലെ ആംബ്യൂളയിൽ വെച്ച് നടക്കേണ്ട ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി, ശരീരത്തിന് പുറത്ത് വെച്ച് നടക്കുക. അങ്ങനെ ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഈസ് കോൾഡ് എന്ത്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത്? ചില സ്ത്രീകളിൽ മക്കളെ ഒവിഡക്റ്റ് ഡാമേജ് ആവും, ചിലപ്പോൾ ബ്ലോക്ക് ആവും. ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ഒവിഡക്റ്റ് ബ്ലോക്ക് ആവും, ഡാമേജ് ആവും. അപ്പൊ ഒരിക്കലും നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കുമോ? ഇല്ല. അപ്പൊ എന്താണ് IVF? IVFന്റെ ഫുൾ ഫോം എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ മീൻസ് ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഇൻ ആൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻ ആസ് ദാറ്റ് ഇൻ ദ ബോഡി. ശരീരത്തിനെ പോലെയുള്ള സിമിലർ കണ്ടീഷൻ നമ്മൾ ലബോറട്ടറിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തിന് പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫെർട്ടിലൈസേഷൻ നടക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? IVF. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. നല്ല എളുപ്പമാണ്, ഒരു പണിയില്ല. അപ്പൊ എന്തോ കാരണത്താൽ എന്ത് ചെയ്തു? ഇത് ബ്ലോക്ക് ആയിപ്പോയി. ഇതെന്തോ കാരണത്താൽ ഇത് ബ്ലോക്ക് ആവുകയോ ഡാമേജ് ആവുകയോ ചെയ്തു. ഇനി കുട്ടികൾ ഉണ്ടാവുമോ? ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ ഇവര് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മളാണ് ഡോക്ടർ എന്ന് വിചാരിച്ചോ, ഡോക്ടർ NV എന്ന് വിചാരിച്ചോ. എന്റെ ക്ലിനിക്കിന്റെ പേരെന്താണ്? ഞാൻ നടത്തുന്ന ക്ലിനിക്കിന് അവിടെ എന്താണെന്ന് അവർക്ക് കുഞ്ഞുങ്ങളില്ല. 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യം വഴിയും അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവരെന്നെ കാണാൻ വരികയാണ്, ഡോക്ടർ NVയെ കാണാൻ വരികയാണ്. എന്തിനു വേണ്ടി? അവർക്ക് കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി. അപ്പൊ അവരും പറയാം. അപ്പൊ ഞാൻ പറയാണ് നിങ്ങൾക്ക് എന്റെ ക്ലിനിക്കിലേക്ക് സ്വാഗതം. എന്താ ക്ലിനിക്കിന്റെ പേര്? ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ഇവിടെ ധാരാളം ടെക്നോളജി. എന്റെ ക്ലിനിക്കിന്റെ പേരാണ് NV's ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ഇവിടെ ധാരാളം ടെക്നോളജീസ് അവൈലബിൾ ആണ്. മക്കളെ എന്താ ടെക്നോളജിയെ ചുരുക്കി വിളിക്കുന്നവര്? യെസ്, ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇതിൽ ഈ മെത്തേഡുകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവും. ആദ്യം മനസ്സിലാക്കട്ടെ എന്താണ് നിങ്ങളുടെ കുഴപ്പം എന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായി ആ വന്ന ദമ്പതിമാരുടെ സ്ത്രീയുടെ ഒവിഡക്റ്റ് ഡാമേജ് ആയോ ബ്ലോക്ക് ആയോ എന്തോ കാരണം അതിന്റെ ഫലമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ. മക്കളൊക്കെ ഓക്കെയാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സ്ത്രീയുടെ എഗ് നമ്മൾ കളക്ട് ചെയ്യും. ആ സ്ത്രീയുടെ സെക്കൻഡറി യൂസേജ് അല്ലെങ്കിൽ എഗ് കളക്ട് ചെയ്യും. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ സ്റ്റേജ് വൈസ് ആയിട്ട് ഇങ്ങനെ പോവാം. തൽക്കാലം ഒരു ടെസ്റ്റ് ട്യൂബ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് ട്യൂബ്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് ട്യൂബ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്ത്രീയുടെ എഗ് നമ്മൾ കളക്ട് ചെയ്യും. സെക്കൻഡറി യൂസേജ് കളക്ട് ചെയ്യും. ആരുടെ? ആ വന്ന കപ്പിൾസിന്റെ ദമ്പതിയല്ല പെൺകുട്ടിയുടെ എഗ് കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ആ ഭർത്താവിന്റെ സ്പേമും കളക്ട് ചെയ്യും. ഭർത്താവിന്റെ സ്പേംസും കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ട് ഈ ടെസ്റ്റ് ട്യൂബ് ഒന്നും പറയാം. ടെസ്റ്റ് ട്യൂബ് ആഗ്രഹിക്കണം എന്നില്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സെക്കൻഡ് യൂസേജ് ഇട്ട് സ്പേമും വിട്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താകും? ഇതിന്റെ അകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു. എന്തായി മാറി മക്കളെ? സൈഗോട്ടായി മാറി. എവിടെ വെച്ച മക്കളെ ഫെർട്ടിലൈസേഷൻ എന്ന്? വിത്തിൻ ദ ബോഡിയോ ഔട്ട്സൈഡ് ദ ബോഡിയോ? outside the body. ഇങ്ങനെ fertilization outside the body in almost similar condition as that in the body. ഏകദേശം ഇതിനകത്ത് ന്യൂട്രിയനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്തുള്ള ആൾമോസ്റ്റ് സെയിം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ പരിപാടി നടക്കുക. ഒന്നുമില്ല, ആ സ്ത്രീയുടെ സെക്കൻഡ് യൂസേജ് എടുക്കുന്നു, സ്പേം എടുക്കുന്നു, എന്നിട്ട് കുലുക്കുവോ?
കുലുക്കൊന്നില്ല. കുലുക്കി തക്കാദീമി പാട്ടാണോ? അല്ല മക്കളെ, ശ്രദ്ധിക്കുക. അപ്പൊ സെക്കൻഡറി യൂസായിട്ട് ഇതിനകത്തോട്ട് ഇടുന്നു, സ്പേം ഇടുന്നു, നോർമൽ കണ്ടീഷൻ അതിനകത്തുള്ള സെയിം കണ്ടീഷനും ടെമ്പറേച്ചർ ലാബിൽ വെച്ച് അത് സെറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന്റെ ഫലമായി എന്താകുന്നു? സൈഗോട്ട് ആകുന്നു. ഇതിനകത്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. കാലക്രമേണ ഈ സൈഗോട്ട് എന്ത് ഡിവൈഡ് ചെയ്തിട്ട് എത്ര സെല്ലാകും? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സെല്ലാകുന്നു, പിന്നെ എത്ര സെല്ലാകുന്നു? 4 സെല്ലാകുന്നു, പിന്നെ എത്ര സെല്ലാകുന്നു? 8 സെല്ലാകുന്നു, പിന്നെ എത്രയാണ്? 16. ഏകദേശം 8. ഓരോ സെല്ലിനെയും പേരെന്താ മക്കളെ? ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഏകദേശം 8 സെല്ലുള്ള ബ്ലാസ്റ്റോമിയർ ആകുമ്പോൾ ഈ ബ്ലാസ്റ്റോമിയർ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? നേരെ ഈ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സിഫ്റ്റ് എന്ന് വിളിക്കും. സിഫ്റ്റ്. It is a kind of embryo transfer. ഞാൻ പറഞ്ഞു സെക്കൻഡറി ഊസൈഡിനകത്തോട്ട് എടുക്കുന്നു, സ്പേമിൽ ഇടുന്നു, സൈഗോട്ട് ആകുന്നു, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു, 4 ആകുന്നു, 8 ആകുന്നു. ഏകദേശം 8 ബ്ലാസ്റ്റോമർ ആകുമ്പോൾ ഇതൊക്കെ എംബ്രിയോണല്ലോ, ഭ്രൂണമാണല്ലോ. ഈ 8 ബ്ലാസ്റ്റോമിനെ നമ്മൾ നേരെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ആ പ്രോസസ്സിന്റെ പേരാണ് സിഫ്റ്റ് എന്ന് പറയും. സിഫ്റ്റിന്റെ ഫുൾ ഫോം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. എന്താ മക്കളെ? സൈഗോട്ട് എത്ര സെല്ലുള്ള സൈഗോട്ട്? 8 സെല്ലുള്ള സൈഗോട്ട് ഇൻട്രാ ഉള്ളിലേക്ക്, ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഈ ഭാഗത്താണ് ഡാമേജ് ഉള്ളെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇംപ്ലാന്റേഷൻ നടക്കുന്നു, കുഞ്ഞുവാകുണ്ടാവും. ഇതിലെന്താ വ്യത്യാസമുള്ളത്? ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത് ഇവിടെയാണെങ്കിൽ ഓവിഡാറ്റിൽ എന്തോ ഡാമേജിന്റെ ഫലമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. കാലക്രമേണ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നു. നമ്മുടെ ക്ലിനിക്കിന്റെ പേരെന്താ? ഡോക്ടർ എൻവീസ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. എന്നിട്ട് ഞാൻ പറയുന്നത് ധാരാളം ടെക്നോളജിന്റെ, നിങ്ങൾ ഈ ടെക്നോളജി നോക്കുക. IVF-ET. എന്താ IVF-ET ഫുൾ ഫോം? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ. നമ്മൾ ഈ സ്ത്രീക്ക് നമുക്ക് മനസ്സിലായി ഓവിഡാറ്റ് ആണ് ഡാമേജ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിക്കാന്ന് മനസ്സിലായി അല്ലെ? ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ, സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ സെക്കൻഡറി യൂസേജ് എടുക്കുന്നു, ഭർത്താവിന്റെ സ്പേം എടുക്കുന്നു, സൈഗോട്ട് ആകുന്നു. നോക്കൂ മക്കളെ, ഇതിനകത്ത് സൈഗോട്ട് 2 സെല്ലാകുന്നു, 8 സെല്ലാകുന്നു അല്ലെ? 8 സെല്ലാകുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് 8 സെല്ലിലെ ബ്ലാസ്റ്റോമിനെ എടുത്തിട്ട് നേരെ ഇന്ദിരാംഗത്തോട്ട് വെക്കുന്നു, ഫലോപ്പിയൻ ട്യൂബിനകത്തോട്ട്. ഇങ്ങനെ ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് ഈ 8 സെല്ല് ബ്ലാസ്റ്റോമിനെ വെക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ് എന്ന് പറയും. ഫുൾ ഫോം എന്താ? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആര്? സൈഗോട്ടിന്. എത്ര സെല്ലുള്ളത്? 8 സെല്ലുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇത്രയും കാര്യം മനസ്സിലായി. ഇനി 8 സെല്ലിൽ കൂടിയാൽ നമ്മൾ നേരെ അതിനെ യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. നേരെ യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് IUT എന്ന് വിളിക്കും. ഫുൾ ഫോം ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ. ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ. യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ. But up to 8 blastomere we have transferred this embryo into the fallopian tube. That process is called SIFT. 8 blastomere കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 8 blastomere കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? IUT യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് വിളിക്കുന്ന പേര് IUT. ഈ സിഫ്റ്റും IUT ഒക്കെ ഏതിന്റെ ഭാഗമാണ് മക്കളെ? ETയുടെ ഭാഗമാണ്. അതായത് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഭാഗമാണ്. അപ്പൊ ആദ്യം എന്ത് നടത്തുന്നു? IVF നടത്തുന്നു. എന്താ IVF? ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി. എന്നിട്ടോ അതിനുശേഷം ഉണ്ടായ സൈഗോട്ടെ നമ്മൾ യൂട്രസിലേക്ക് മാറ്റും. ദാറ്റ് വാട്ട് വി കോൾ ആസ് എംബ്രിയോ. സോ IVF ഈസ് ഫോളോഡ് ബൈ IVF കഴിഞ്ഞിട്ടാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ ടെസ്റ്റ് ട്യൂബ് ബേബി. ഇങ്ങനെ ദിസ് ടെക്നിക് ഈസ് പോപ്പുലർലി കാൾഡ് ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ബേബി അല്ല ഇതിനകത്തുനിന്ന് ടെസ്റ്റ് ട്യൂബിനകത്തുനിന്ന് പൊട്ടിത്തെറിച്ച് ഐ ആം ദ ബേബി ഓഫ് ടെസ്റ്റ് ട്യൂബ്, ഐ ആം ദ ടെസ്റ്റ് ട്യൂബ് ബേബി, അങ്ങനെയല്ല. ഈ ഫെർട്ടിലൈസേഷൻ വഴി ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് നടക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന ബ്ലാസ്റ്റോമിയാണ് ഒന്നുകിൽ ഫലോപ്പിയൻ ട്യൂബിലേക്കോ അല്ലെങ്കിൽ യൂട്രസിലേക്കോ മാറ്റുക. എപ്പോഴും ശ്രദ്ധിക്കുക, അപ് ടു 8 ബ്ലാസ്റ്റോമിയ നമ്മൾ ഒവിഡക്റ്റിലേക്കാണ് മാറ്റുക. ഇതിനെ വിളിക്കുന്ന പേര് സിഫ്റ്റ്. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. മക്കളെ ശ്രദ്ധിക്കുക, സിഫ്റ്റ് അല്ല, ഇറ്റ് ഈസ് എ കാർ. ഇത് സിഫ്റ്റ് ആണ്. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അടുത്തത് IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. 8 ബ്ലാസ്റ്റോമിൽ കൂടുതലായി കഴിഞ്ഞാൽ യൂട്രസിനകത്തേക്കാണ് ട്രാൻസ്ഫർ. ഈ 2 ടെക്നോളജിയും ഏതിൽ വരുന്നത്? എംബ്രിയോ ട്രാൻസ്ഫർ വഴിയാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഓക്കെ സർ, ഈ ഫെർട്ടിലൈസേഷൻ വിത്തിൻ ദ ബോഡിനെ വിളിക്കുന്ന പേരെന്താ? ഫെർട്ടിലൈസേഷൻ വിത്തിൻ ദ ബോഡിയെ വിളിക്കുന്ന പേരാ മക്കളെ ഇൻവിവോ ഫെർട്ടിലൈസേഷൻ. എന്ത്? ഇൻവിവോ. ഈ ഇൻവിവോ ഫെർട്ടിലൈസേഷനും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഫെർട്ടിലൈസേഷൻ വിത്തിൻ ദ ബോഡി നടന്നിട്ടും വേണമെങ്കിൽ നമുക്ക് സിഫ്റ്റും IUTയും നടത്താം. ഫെർട്ടിലൈസേഷൻ വിത്തിൻ ദ ബോഡി സ്ത്രീയിൽ നടക്കുകയും പിന്നെ ഇംപ്ലാന്റേഷൻ നടക്കുകയും ചെയ്യാൻ, ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുകയും ചെയ്താൽ നമുക്ക് സിഫ്റ്റും IUTയും നടത്താം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാർ, ഈ സ്ത്രീയില് കൺസീവ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വേണമെങ്കിൽ ഈ സിഫ്റ്റും IUTയും വേറെ സ്ത്രീയിൽ നിക്ഷേപിക്കാം. മനസ്സിലായില്ല അല്ലെ? അതായത്
ഒരു ഒരു ഭർത്താവിന്റെ സെക്കൻഡ് യൂസേറ്റ് ഇട്ടു സ്പേം ഇട്ടു, സോറി ഭർത്താവിന്റെ അല്ല ഭാര്യയുടെ സെക്കൻഡ് യൂസേറ്റ് ഇട്ടു സ്പേം ഇട്ടു, ഈ സൈഗോട്ടായി നോക്കൂ, 2 സെല്ലായി നോക്കൂ 2 സെല്ലായി 4 സെല്ലായി 8 സെല്ല് നമ്മൾ വേറെ ഒരു സ്ത്രീയുടെ യൂട്രസിലേക്കോ ഫലോപ്പിൻ ട്യൂബിലേക്കോ വെക്കാം. ആ സ്ത്രീയുടെ പെർമിഷൻ, അല്ലാതെ വെറുതെ കൊണ്ടിടാൻ പറ്റില്ല. ആ സ്ത്രീയെ വിളിക്കുന്ന പേര് സറോഗേറ്റ് മദർ എന്ന് വിളിക്കും, മലയാളത്തിൽ വിളിക്കും വാടക അമ്മ, വാടക ഗർഭപാത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്തോ ഇൻഫെക്ഷൻ വന്നു, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എഗ്ഗൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യൂട്രസ് മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സറോഗേറ്റ് മദറിന് സഹായം തരാം. ഉദാഹരണമായി പറയാം, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് 2 വർഷത്തെ സെക്ഷൽ ദാമ്പത്തിക പോയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ക്ലിനിക്കിലേക്ക് പോയതിനു ശേഷം മനസ്സിലായി ഇതാണ് റീസൺ. എൻ്റെ ഭാര്യയുടെ യൂട്രസിനകത്ത് എന്തോരും കുഴപ്പമുണ്ട്, സെക്കൻഡ് യൂസേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒവിഡക്ഷൻ അതൊക്കെ കുഴപ്പമുണ്ട്. അപ്പൊ ഒരിക്കലും എൻ്റെ ഭാര്യ കൺസീവ് ചെയ്യുന്നില്ല, ബാക്കി സെക്കൻഡ് യൂസേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയാം, ചേച്ചി ഇങ്ങനെയാണ് ഇഷ്യൂസ്, ഡോക്ടർ പറഞ്ഞു ഒരു സ്ത്രീ റെഡി ആണെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് പറയും. എന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചി റെഡി ആവുമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് യൂസേജ് ഇതിനകത്തോട്ടിടുന്നു, എൻ്റെ സ്പേം ഇതിനകത്തോ, എൻ്റെ ഭാര്യയുടെ സെക്കൻഡ് യൂസേജ് ഇതിനകത്തോട്ടിടുന്നു, എൻ്റെ സ്പേമിനകത്തോടുന്നു, സൈഗോട്ട് ആകുന്നു, 2 ആകുന്നു, 4 ആകുന്നു, 8 ആകുന്നു. ഈ 8 ഉള്ളത് എൻ്റെ ചേച്ചിയുടെ ഒവിഡക്റ്റിനകത്തോട്ടുന്നു. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സിഫ്റ്റ്. വേറൊരു സ്ത്രീയുടെ ആ സ്ത്രീയെ വിളിക്കുന്ന പേര് സറോഗേറ്റ് മദർ എന്ന് വിളിക്കും, മലയാളത്തിൽ വാടക അമ്മനൊക്കെ വിളിക്കും, ഗർഭപാത്രത്തെ വാടക ഗർഭപാത്രം എന്നൊക്കെയാണ് വിളിക്കുക. അത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആകെ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എക്സ്ട്രാ കാര്യങ്ങളിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നില്ല. അപ്പൊ വാടക ഗർഭപാത്രം ആ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് IVF, ETF, ET എന്ന് പറയും. IVF-ന്റെ ഫുൾ ഫോം എന്താ? ഇൻവിട്രോ fertilization outside the body in almost similar condition as that in the body. ബോഡിയുടെ സിമിലർ കണ്ടീഷനിൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ പുറത്ത് വെച്ച് ലാബിൽ വെച്ച് നടത്തുന്ന പരിപാടിന്റെ പേര് IVF. അത് കഴിഞ്ഞിട്ടാണ് ET. ET-ന്റെ ഫുൾ ഫോം എന്താ? എംബ്രിയോ ട്രാൻസ്ഫർ. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയും. ഇത് ഞാൻ പറയുന്ന പോലെ ഭയങ്കര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. തിത്തൈ തകതി ഹായ് 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 അങ്ങനെ ഇങ്ങനെ വെക്കുന്ന പരിപാടി വളരെ സിമ്പിൾ അല്ല. ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 20% ഒക്കെ ഉള്ളൂ. വളരെ റേറ്റ് കുറവാണ്, 20%. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു സംശയം കൂടി ഞാൻ ഇവിടെ ഓർമ്മിക്കുക. സോ ഈ യൂട്രസിനകത്തേക്ക് അല്ലെങ്കിൽ ഫലോപ്പിൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ വെക്കുക? 8 ബ്ലാസ്റ്റോമിയർ നമ്മൾ നേരെ ഫലോപ്പിൻ ട്യൂബിനകത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതാണല്ലോ സിഫ്റ്റ്. ബാക്കി ഡെവലപ്മെന്റ് ഇതിനകത്ത് സംഭവിക്കും. ഇത് 8 16-ാം ബ്ലാസ്റ്റോസിസ്റ്റം എൻഡോമെട്രി ഇതിനകത്ത് ഇംപ്ലാന്റ് ചെയ്യും. ബാക്കിയുടെ സെയിം പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ 16 ബ്ലാസ്റ്റോമിയർ ആണെങ്കിലോ 8-ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ 8-ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയർ നമ്മൾ യൂട്രസിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക. യൂട്രസിനകത്തേക്ക് നമ്മൾക്കും അതിന് വിളിക്കുന്ന IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയും. ബാക്കി ഡെവലപ്മെന്റ് ഇതിനകത്ത് നടക്കുക ചെയ്യാം. സോ ഞാൻ പറയുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇറ്റ്സ് ഹൈലി അക്യുറസി വേണം, ശ്രദ്ധ വേണം, ഫെയിലിയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ടെക്നോളജീസ് ഒക്കെ വിളിക്കുന്ന ആർട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IVF-ന്റെ സ്റ്റെപ്പുകളെ കുറിച്ചാണ്. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഓക്കെ, NCERT ബേസ് ചെയ്തിട്ടുള്ള. ഒന്നാമത്തെ സ്റ്റെപ്പ്, കളക്ട് ദ ഓവർ ഫ്രം ദ വൈഫ് ഓർ ഡോണർ ആൻഡ് സ്പേം ഫ്രം ദ ഹസ്ബൻഡ് ഓർ ഡോണർ, അതായത് മെയിൽ. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഹസ്ബൻഡിന്റെ ശരീരത്തിൽ നിന്ന് സ്പേം കളക്ട് ചെയ്യുന്നു, വൈഫിന്റെ ശരീരത്തിൽ നിന്നും എഗ് കളക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ. ദീസ് ഗാമീറ്റ്സ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് അണ്ടർ സിമുലേറ്റഡ് കണ്ടീഷൻ ഇൻ ദ ലബോറട്ടറി. അതായത് ലബോറട്ടറിയിലെ സിമുലേറ്റഡ് കണ്ടീഷനിൽ ഉപയോഗിച്ചുകൊണ്ട്, ഒരു പ്രത്യേക കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത ഈ സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് എന്താകാൻ അനുവദിക്കുന്നു? സൈഗോട്ട് ആകാൻ അനുവദിക്കുന്നു. അപ്പൊ എവിടെ വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടന്നത്? വിത്തിൻ ദ ബോഡിയാണോ ഔട്ട്സൈഡ് ദ ബോഡിയാണോ? സിമ്പിൾ, ഔട്ട്സൈഡ് ദ ബോഡി, അതായത് ലബോറട്ടറി. ഈ ഫെർട്ടിലൈസേഷന്റെ പേരാണ് IVF എന്ന് പറയും. ഫുൾ ഫോം എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. മൂന്നാമത്തെ, ദ സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോസ് വിത്ത് അപ് ടു 8 blastomeres could then be transferred into the fallopian tube. This process is called zift zygote intrafallopian transfer. ഇങ്ങനെ ഉണ്ടായ സൈഗോട്ടിനെ നമ്മൾ വളരാൻ അനുവദിക്കുകയും ഏകദേശം 8 സെൽഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ, അതായത് ഓരോ സെല്ലിലും വരുന്ന ബ്ലാസ്റ്റോമർ ഏകദേശം 8 സെൽഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പ്രോസസ്സിന്റെ പേരാണ് സിഫ്റ്റ് എന്ന് പറയും, സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഇനി നാലാമത്തെ നോക്കൂ. ദ എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയർ കൂടി കഴിഞ്ഞാൽ ഈസ് ദൻ ട്രാൻസ്ഫർ ഇൻ ടു ദ യൂട്രസ്, അത് യൂട്രസിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ 8 സെൽഡ് സ്റ്റേജ് ആയ ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുന്നു, അതിന് സിഫ്റ്റ് എന്ന് പറയുന്നു. 8-ൽ കൂടുതലായി കഴിഞ്ഞാൽ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ നമ്മൾ യൂട്രസിലേക്ക് മാറ്റുന്നു, അതിനെ IUT എന്ന് പറയും, അതായത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയും. എന്തിനു വേണ്ടിയാണ് ഫലോപ്പിയൻ ട്യൂബിലേക്കും യൂട്രസിലേക്കും മാറ്റുന്നത്? ടു കംപ്ലീറ്റ് ഫർദർ ഡെവലപ്മെന്റ്. ഇനി
രണ്ടാമത്തെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നോളജി, ഈ ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ICSI എന്ന് പറയും. ഫുൾ ഫോം ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഏകദേശം ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് ആരെ ഇഞ്ചക്ട് ചെയ്യുക? സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യുക. ഇതിൽ എന്താണ് കാരണമെന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഭർത്താവിന് സ്പേമിന് കൗണ്ട് കുറഞ്ഞാൽ ലോ സ്പേം കൗണ്ട് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ സെമൻ റിലീസ് ചെയ്യുമ്പോൾ 200 മുതൽ 300 മില്യൺ സ്പേം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 മുതൽ 300 മില്യൺ സ്പേമുകൾ റിലീസ് ചെയ്യും. അതിൽ 60% നോർമൽ സൈസ് ആയിരിക്കണം, നോർമൽ ഷേപ്പ് ആയിരിക്കണം. അതിൽ 40% വിഗറസ് മോട്ടിലിറ്റി കാണിക്കണം, എന്നാലും ഫെർട്ടിലൈസറിന് ചാൻസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ സ്പേമിന്റെ മൂവ്മെന്റ് കുറയും. അപ്പൊ ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഇത് സെക്കൻഡറി യൂസർ റിലീസ് ചെയ്തു. ആ സെക്കൻഡ് യൂസർ ഇവിടെ ആംബ്യൂളയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഏത് പാട്ടാന്ന് പറഞ്ഞ താമസം എന്തേ വരുവാൻ പ്രാണസഖി നീയൻ മുന്നിൽ, അല്ലെ? ആ സമയത്ത് എന്ത് ചെയ്തു? കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? സെമൻ റിലീസ് ചെയ്തു ഭർത്താവ്. പക്ഷെ സ്പേമിന്റെ മൂവ്മെന്റ് വളരെയധികം സ്ലോലോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനത്തെ കേസിൽ അത് സ്പേമിന്റെ മോട്ടിലിറ്റി ഒക്കെ വളരെയധികം കുറഞ്ഞാൽ, സ്പേമിന്റെ മൂവ്മെന്റ് നോർമൽ ഫാഷൻ അല്ലെങ്കിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം, സ്പേമിന്റെ മൂവ്മെന്റ് നോർമൽ ഫാഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ത്രീയുടെ സെക്കൻഡറി യൂസേജ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് യൂസേജിനകത്തോട്ട് നമ്മൾ ഈ ഭർത്താവിന്റെ സെമൻ എടുക്കുന്നു. അതിനകത്ത് നല്ലൊരു സ്പേം എടുത്തിട്ട് ഇതിനകത്തേക്ക്, സൈറ്റോപ്ലാസ്റ്റിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. സോ ദർ ഇസ് എ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് സ്പേം ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ എഗ്ഗിന്റെ സൈറ്റോപ്ലാസ്റ്റിനകത്തേക്ക് സ്പേമിനെ നേരിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ICSI. അപ്പൊ ഇതിന്റെ ഫലമായി എന്തായി മാറി? സൈഗോട്ട്. ഈ സൈഗോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഗോട്ട് ഈ സ്ത്രീയുടെ ഓവിഡക്റ്റിലേക്കോ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി ഡെവലപ്മെന്റ് അവിടെ നടക്കും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ICSI എന്ന് പറയും. ഫുൾ ഫോം എന്താ? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എന്തിനാണ് ഇത് നടത്തുന്നത്, എന്താണ് കാരണമൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ല. സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സ്പേമിന്റെ നോർമൽ മൂവ്മെന്റിന് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, നോർമൽ മൂവ്മെന്റിലല്ല സ്പേം മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ IVF നടത്താൻ ആവശ്യമായ സ്പേം കൂടി ആ പുരുഷന്റെ സെമനിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സ്ത്രീയുടെ സെക്കൻഡ് യൂസർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൾച്ചർ മീഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്പേം ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതിനകത്തോട്ട് എഗ്ഗിനകത്തോട്ട് ഡയറക്റ്റ് ചെയ്യും. സോ ദർ ഇസ് എ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് സ്പേം into the egg, that process in the culture media, that process is called ICSI. അങ്ങനെ സൈഗോട്ട് ഉണ്ടായതിനു ശേഷം ഈ സൈഗോട്ടിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു, ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുന്നു. ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ICSI എന്ന് പറയുന്നു. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളോട് അതിന്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയോട് എന്തിനാണ് കാരണം അതൊന്നും ചോദിക്കില്ല. അത് ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്യുക എക്സാമിന്. ICSIന്റെ ഫുൾ ഫോം ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ്. ഡെഫിനിഷൻ എന്താണ്? ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് സ്പേം ഇൻടു ദ സൈറ്റോപ്ലാസം ഓഫ് എഗ്ഗിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് നേരിട്ട് ഇഞ്ചക്ട് ചെയ്യുക. അങ്ങനെ സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലേക്കോ യൂട്രസിലേക്കോ മാറ്റുകയാണ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ICSI. ഇതൊക്കെ ഏതിന് കീഴിൽ വരുന്നതാണ്? ഏത് ടെക്നോളജിയുടെ കീഴിൽ വരുന്നതാണ്? ആർട്ട് ടെക്നോളജിയുടെ. അല്ലാതെ സ്പേമിന്റെ മൂവ്മെന്റ് കുറഞ്ഞത് കൊണ്ട് അതൊന്നും എക്സാമിന് എഴുതണ്ട. നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? 2 ആർട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഒന്ന് IVF ET പറഞ്ഞു. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ പറഞ്ഞു. മൂന്നാമത്തെ ടെക്നിക്കാണ്. മൂന്നാമത്തെ ടെക്നിക്കിന്റെ പേരാണ് ഗിഫ്റ്റ് എന്ന് പറയും. ഫുൾ ഫോം ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ ഗിഫ്റ്റിന്റെ ഫുൾ ഫോം നോക്ക്. ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഉത്തരം അതിനകത്തുണ്ട്. ഗാമീറ്റുകൾ ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ICSIന്റെ ഫുൾ ഫോം എന്താ? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എഗ്ഗിന്റെ സൈറ്റോപ്ലാസത്തിനകത്തോട്ട് നമ്മൾ എന്ത് ഇഞ്ചക്ട് ചെയ്യുക? സ്പേം ഇഞ്ചക്ട് ചെയ്യുക. IVFന്റെ ഫുൾ ഫോം എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി, അല്ലെ?
ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി ഗിഫ്റ്റ് ആണ് മക്കളെ. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈൻഡ് അടിച്ച് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പം ഏകദേശം സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, മോർണിംഗ് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നുള്ളത് മനസ്സിലാക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിഫ്റ്റിനെ കുറിച്ചാണ്. ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താ? ഗമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ഗമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഈ കഥ മനസ്സിലാക്കി പെട്ടെന്ന് മനസ്സിലാവും. രാമു രാധ എന്ന് പറയുന്ന 2 കപ്പിൾസ്, ഭർത്താവും ഭാര്യയും, രാമു രാധ. ഇവർക്ക് 2 വർഷത്തെ സെക്ഷൽ കോഹാബിറ്റേഷന്റെ ഫലമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നൽകിയിട്ടും കുട്ടികളില്ല. അപ്പൊ അവർ ക്ലിനിക്കിലേക്ക് പോകും അല്ലെ. ക്ലിനിക്കിന്റെ പേരെന്താ? ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ആരുടെയാണ്? എന്താണ്? NV's ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. NV എന്ന് പരീക്ഷയ്ക്ക് എഴുതെടുത്തിട്ടോ മക്കളെ. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എഴുതിയാൽ മതി. നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് എഴുതും, കത്തിയടിച്ച് എഴുതും. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ഞാൻ അവരോട് പറയാണ്, ഇവിടെ ധാരാളം ടെക്നോളജീസ് ഉണ്ട്. ടെക്നോളജിയുടെ പേരുകൾ ഇങ്ങനെ പറയാം. ആ ടെക്നോളജി ചുരുക്കി പിടിക്കുന്ന പേരെന്താ? ആർട്ട്. ഫുൾ ഫോം എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഇതിൽ കുറേ ടെക്നോളജി പറയും. എന്നിട്ട് ഞാൻ ആ സ്ത്രീയെ പരിശോധിച്ചു, അല്ലെങ്കിൽ ഡോക്ടർ ആ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ആ സ്ത്രീയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഈ സ്ത്രീ, അതായത് രാധയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. രാധ എന്താണ്? സ്റ്റെറൈൽ ആണ്. ഓവറിൽ എന്തൊക്കെയോ ഡെവലപ്മെന്റ് നടന്നതിന്റെ ഫലമായി ഓവറി എന്തു പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഈ കാര്യം ഞാൻ ഇവരോട് സംസാരിച്ചു. മക്കളെ, ദമ്പതിമാരെ, നിങ്ങളുടെ കുഴപ്പം എന്താ വെച്ചാൽ രാധയ്ക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് രാധ സ്റ്റെറൈലാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത്. രാമുവിന് ഇഷ്യൂസ് ഒന്നുമില്ല, രാമുവിന് സ്പേം കൗണ്ട് എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ധാരാളം മാർഗമുണ്ട്. അതിൽ ഒരു മാർഗം ഞാൻ പറയാം. മാർഗത്തിന്റെ പേരെന്താണ്? ഗിഫ്റ്റ്. നിങ്ങൾ സമ്മതിക്കെങ്കിൽ മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആയിരിക്കും സമ്മതിക്കെങ്കിൽ മാത്രം. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ രാധയുടെ പ്രത്യേകത എന്താ? ഷീ കനോട്ട് പ്രൊഡ്യൂസ് ഓവം. അവൾക്ക് ഇവിടെ ആകെ ഇഷ്യൂ അടിപൊളി ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്, യൂട്രസ് ഓക്കെയാണ്, ഫലോപ്പിയൻ ട്യൂബ് ഒക്കെയാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷെ സ്റ്റെറൈലാണ്. ഓവറീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഡ്യൂ ടു സർട്ടൻ കണ്ടീഷൻ. ബട്ട് ഷീ ക്യാൻ പ്രൊഡ്യൂസ്, but she can give suitable environment for the growth of the embryo. But she can give suitable environment for the growth of the embryo. Embryo ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സെറ്റപ്പും എല്ലാ സാഹചര്യവും ഈ സ്ത്രീയുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓവം പ്രൊഡ്യൂസ് അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവോ? ഇല്ല. പക്ഷെ രാമു സൂപ്പറാണ്. രാമുവിന്റെ പ്രത്യേകത എന്താണ്? സ്പേം ഉണ്ട്, എല്ലാം ഉണ്ട്, നോർമൽ കൗണ്ട് ഒക്കെയാണ്. പക്ഷെ രാധയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങും അല്ലെ. അപ്പൊ നേരെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വന്നപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ടെക്നോളജി ഉണ്ട്. ടെക്നോളജിയുടെ പേര് എന്താ? ഗിഫ്റ്റ്. ഫുൾ ഫോം എന്താ? ഗമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതിലെന്താണ് പ്രത്യേകത? രാധ cannot produce ovum but can provide suitable environment for the development of embryo അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ ഒരു സ്ത്രീയുടെ എഗ്, വേറെ ഒരു സ്ത്രീയുടെ എഗ്, what do you mean by egg? Egg is called gamete. വേറെ ഒരു സ്ത്രീയുടെ എഗ് രാധയുടെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചാൽ, രാധയുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ച് കഴിഞ്ഞാൽ രാധ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പൊ ഇവര് സമ്മതിച്ചു. ഇനിയിപ്പോ ആകാതല്ലേ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? വേറെ ഒരു സ്ത്രീയുടെ ഹിയർ എഗ് ഡൊണേറ്റ് ആവുന്ന ആളുടെ പേരെന്താണ്? ഡോണർ എന്ന് പേരാണ്. ഇവർ അപ്പൊ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഹിയർ ദ എഗ് കളക്റ്റഡ് ഫ്രം ദ ഡോണർ. ഈ സ്ത്രീയുടെ, ഇത് ഏതാ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, ഏതോ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും എന്ത് കളക്ട് ചെയ്യാണ്? എഗ് കളക്ട് ചെയ്യാണ്. ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് രാധ, who cannot produce ovum but can provide suitable environment for the development of embryo. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രാമുവിന് കുഴപ്പമൊന്നുമില്ല. രാധയ്ക്ക് എന്താ? എഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല, സ്റ്റെറൈൽ ആണ്. പക്ഷെ ഷീ ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ സ്ത്രീയുടെ എഗ് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? ഇതൊക്കെ കുറേ എത്തിക്കൽ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ വേറൊരു സ്ത്രീയുടെ എഗ് കളക്ട് ചെയ്യുന്നു. എഗ് കളക്റ്റഡ് ഫ്രം ദ ഡോണർ. ഞാൻ വിളിക്കാണ്, അതിനൊരു പേര് വിളിക്കാണ്, പിന്നെ എക്സ് എന്ന് പറഞ്ഞ സ്ത്രീ. ഈ എക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും എഗ് കളക്ട് ചെയ്യാണ്. സോ ദ എഗ് കളക്റ്റഡ് ഫ്രം ദിസ് ഡോണർ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് ആര്? രാധ, ഹു കനോട്ട് പ്രൊഡ്യൂസ് ഇൻ ദ എഗ്.
ഇവർക്ക് എഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത രാധയുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് മറ്റൊരു സ്ത്രീ അതായത് ഡോണർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, രാമുവിന്റെ സ്പേം നമ്മൾ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതിനകത്ത് എന്താകുന്നു, സൈഗോട്ട് ആകുന്നു. ഈ ടെക്നിക്കിന്റെ പേരാണ് ഗിഫ്റ്റ്. ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ ആരാണ്, രാധയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, സർ പകുതി കുട്ടി രാമുവിൻ്റെതാണ്, പകുതി ക്രോമസോം ഈ ഡോണറെ കൊടുത്തത്, പക്ഷെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നോ ഇഷ്യൂസ്, പിന്നെ നമ്മൾ അതിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇവർക്ക് കുഞ്ഞുണ്ടായി. അപ്പൊ ഈ 2 വർഷത്തെ ദാമ്പത്യം എന്താണ് കുഴപ്പം, രാധ സ്റ്റെറൈലാണ്, രാധക്ക് കുഞ്ഞുണ്ടാകാനുള്ള ചാൻസ് ഇല്ല, ബട്ട് ഷീ ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ദ ഗ്രോത്ത് അല്ലെ. അപ്പൊ ഈ ടെക്നോളജി വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റിന്റെ ഫുൾ ഫോം ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ കൺഫ്യൂഷൻ വരാം, എന്തായിരുന്നു ഗിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതിൽ IVF പഠിച്ചിരുന്നു അല്ലെ. IVF-ൽ എന്ത് ചെയ്തു, നമ്മൾ ഒരു സ്ത്രീയുടെ സെക്കൻഡ് ഡോസ് സ്പേം ഇട്ടു, സൈഗോട്ടായി 2 ആയി 4 ആയി 8 ആയി 8 നേരെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുന്നു. ഇവിടെ സൈഗോട്ടാണ് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. IVF-ൽ എംബ്രിയോ ട്രാൻസ്ഫർ പറഞ്ഞിരുന്നു അല്ലെ, അത് ഗിഫ്റ്റ് ആണ്. ഇതെന്താ ഗിഫ്റ്റ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ഹിയർ സൈഗോട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻടു ദ ഫലോപ്പിയൻ ട്യൂബ്, ഹിയർ ഗാമീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻടു ദ ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഗിഫ്റ്റും നമ്മുടെ വ്യത്യാസം എക്സാമിന് ചോദിക്കുന്നതാണ്, നിർബന്ധമായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിനകത്തുള്ള ധാരാളം കാര്യങ്ങളാണ് അല്ലെ. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു IVF ETയെ കുറിച്ച് പറഞ്ഞു, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ പറഞ്ഞു, ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ പറഞ്ഞു, പിന്നെ ഗിഫ്റ്റ് പറഞ്ഞു, ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജധാരണം. ഓക്കെ, ഇതിൽ ഞാനൊരു കപ്പിൾസിനെ പരിചയപ്പെടാണ്. പേര് രാജു ആൻഡ് അമിനി എന്ന് പറയും. രാജു ആൻഡ് അമിനി എന്ന് പറയും. ഓക്കെ, തൊട്ട് മുന്നത്തെ കേസിൽ ആരായിരുന്നു, രാമുവും രാധയുമായിരുന്നു. ഇതിൽ രാജു ആൻഡ് അമിനി എന്ന് പറയും, അമിനി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത 2 വർഷത്തെ സെക്ച്വൽ കോഹാബിറ്റേഷൻ, 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യ ബന്ധത്തിൽ ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഒരു ക്ലിനിക്കിലേക്ക് വരികയാണ്. ക്ലിനിക്കിന് വരുന്ന ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കാണ്. നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമായി, ട്രീറ്റ്മെന്റിന് വിധേയ, ഡയഗ്നോസിസിന് വിധേയമായി ഇപ്പൊ മനസ്സിലായി പ്രശ്നം ആർക്കാണ്, രാജുവിനാണ്, ആർക്കല്ല, അമ്മിണിക്കല്ല. പരിശോധന മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം, രാജുവിന് 2 കേസുകളാണുള്ളത്. ഒന്ന്, രാജുവിന് ലോ സ്പേം കൗണ്ട് വളരെയധികം കുറവാണ്. ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ മാത്രമുള്ള സ്പേം രാജുവിനില്ല. രണ്ടാമത്തത്, രാജുവിന്റെ ഇനബിലിറ്റി ടു ഇൻസെമിനേറ്റ്, രാജുവിന് ഇൻസെമിനേഷനുള്ള കഴിവില്ല. സോ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭാര്യയുടെ വജനിലേക്ക് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ആ ഇൻസെമിനേഷനുള്ള കഴിവില്ലായ്മയും രാജുവിന്റെ സ്പേം കൗണ്ട് കുറയുകയും ചെയ്യാം. അപ്പൊ ഇത് കാരണത്താൽ നിന്ന് ഇവന്മാർക്ക് കുട്ടികളില്ലാത്തതും എന്നുള്ളത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടറെ പരിചയപ്പെടാം. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കട്ടെ. ഞാൻ തൽക്കാലം രാജുവിന് 2 അസുഖം ഉണ്ടാക്കാൻ അപ്പൊ രാജുവിന് സ്പേം കൗണ്ട് കുറവാണ്, ഇനബിലിറ്റി ടു ഇൻസെമിനേഷനുള്ള കഴിവും ഇല്ല. അപ്പൊ ഇത് ആരുടെ കുഴപ്പമാണ്, ഹസ്ബൻഡിനെയാണോ വൈഫിനെയാണോ, ഹസ്ബൻഡ്. എന്നാലും നമ്മൾ ആരെ കുറ്റം പറയുള്ളൂ, വൈഫിനെ കുറ്റം പറയും. ഇതൊരു സൊസൈറ്റിയുടെ ഒരു തീരുമാനമാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്, പെണ്ണിന്റെ കുഴപ്പമാണ്. പക്ഷെ ഇത് 2 പേർക്കും വരാം. ഓക്കെ, ഇൻഫെർട്ടിലിറ്റി ആണുങ്ങൾക്കും വരാം, പെണ്ണുങ്ങൾക്കും വരാം. അപ്പൊ എന്തുകൊണ്ടാണ് രാജുവിന് ഈ കേസ് വരാൻ കാരണം, രാജുവിന്റെ സ്പേം ഇജാക്കുലേറ്റ് ചെയ്ത സെമനകത്ത് സ്പേം കൗണ്ട് വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ രാജുവിന് ഇൻസെമിനേഷനുള്ള കഴിവില്ല, അല്ലെങ്കിൽ 2 കേസും ഒന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്യും, ഇവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവുന്നില്ല. കാരണം സ്പേം സ്ത്രീയുടെ വജനിലേക്ക് എഗ്ഗിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സ്പേം സ്ത്രീയുടെ എഗ്ഗിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന്, അതുകൊണ്ടാണ് ഇവന്മാർക്ക് കുട്ടികളുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, എന്ത് ചെയ്യും, രാജുവിനോട് പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പറയാം. ആരെ പറയാം, നമ്മളാണോ, അല്ല, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ. അപ്പൊ ഒന്നുകൂടി പറയാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ പോവാണ്. അപ്പൊ ഈ രാജു അമ്മിണി എന്ന് പറയുന്ന കേസിൽ രാജുവിന്റെ പ്രത്യേകത, രാജു ആണാണ്, അതൊരു പ്രത്യേകതയല്ല. രാജുവിന് ലോ സ്പേം കൗണ്ട് ആണ്, ഇനബിലിറ്റി ടു ഇൻസെമിനേറ്റ്, രാജുവിന് ഇൻസെമിനേഷനുള്ള കഴിവില്ല. പോരാത്തതിന് രാജുവിന്റെ സെമനകത്ത് സ്പേം കൗണ്ട് വളരെ കുറവാണ്. അപ്പൊ ഈ സ്പേം കൗണ്ട് കുറവായതിനാൽ എഗ്ഗിന്റെ അടുത്തേക്ക്, എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായ സ്പേം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പോരാത്തതിന് ഇൻസെമിനേഷനുള്ള കഴിവില്ല, അപ്പൊ സ്പേം ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ ഈ കാരണത്താൽ ഇവന്മാർക്ക് കുട്ടികളില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡോക്ടർ രാജുവിന്റെ സ്പേമുകൾ അല്ലെങ്കിൽ സെമനകത്തുനിന്ന് ഫ്രഷ് സ്പേംസുകൾ കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു മെഷീനകത്തേക്ക് ആക്കുന്നു, ഇതിനകത്തേക്ക് ഇടുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പേം ഡയറക്ട്ലി നമ്മൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് എന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഒന്നുകൂടി പറയാം, രാജുവിന്റെ കുഴപ്പം എന്താണ്? രാജുവിന് ലോ സ്പേം കൗണ്ട് ആണ്, പോരാത്തതിന് അല്ലെങ്കിൽ രാജുവിന് ഇനബിലിറ്റി ടു ഇൻസെമിനേഷനുള്ള കഴിവില്ലായ്മ. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യും, ഇവന്മാർക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ എന്ത് ചെയ്യും അല്ലെങ്കിൽ എക്സ്പേർട്സ് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാജുവിന്റെ ശരീരത്തിൽ നിന്ന് സ്പേമിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഫ്രഷ് സ്പേംസ് സെമൻ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത്, ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വജൈന അല്ലെങ്കിൽ യൂട്രസ്. വജൈനയിലേക്കോ യൂട്രസിലേക്കോ ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്, കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെഷീൻ ഉപയോഗിച്ച്, മെഷീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമൊന്നുമല്ല, ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ വജൈനയിലേക്കോ യൂട്രസിലേക്കോ ഡെപ്പോസിറ്റ് ചെയ്യുക ആരെ, സ്പേമിനെ, that process is called artificial insemination എന്ന് പറയും. ഇനി യൂട്രസിലേക്കാണ് സെമനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് IUI എന്ന് പറയും. ഫുൾ ഫോം ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ എന്തിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സോ ഇതിൽ ആർക്കാണ് കുഴപ്പം? മെയിൽസിനാണ് കുഴപ്പം. എന്താ മെയിലിന്റെ പ്രത്യേകത? ഹി ഈസ് അൺഎബിൾ ടു ഇൻസെമിനേറ്റ്. അവർക്ക് ഇനബിലിറ്റി ടു ഇൻസെമിനേഷന് കഴിവില്ല. അല്ലെങ്കിലോ ഇനബിലിറ്റിക്കൊക്കെ കഴിവുണ്ട്, പക്ഷെ എന്തില്ല, സെമനകത്ത് സ്പേമിന്റെ കൗണ്ട് ഇല്ല. സെമനകത്ത് സ്പേമിന്റെ കൗണ്ട് വളരെയധികം കുറവാണ്. അതിന്റെ ഫലമായിട്ട് സ്പേം ഒരിക്കലും സെക്കൻഡ് യൂസറിന്റെ അടുത്തെത്തില്ല. അങ്ങനത്തെ കേസിൽ ഇവന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഡോക്ടർ കളക്ട് സ്പേം അല്ലെങ്കിൽ സെമൻ ഫ്രം ദ രാജു, മീൻസ് ഡോണറുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ശരീരത്തിൽ നിന്ന് സെമൻ എടുക്കുന്നു ആൻഡ് ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ്. എന്നിട്ട് അത് കളക്ട് ചെയ്തതിനു ശേഷം ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വജൈനയിലേക്കോ അല്ലെങ്കിൽ യൂട്രസിലേക്കോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സ്പേമിനെ അല്ലെങ്കിൽ സെമനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. മലയാളത്തിൽ കൃത്രിമ ബീജധാരണം എന്ന് പറയുന്നു. ഓക്കെ, യൂട്രസിനകത്തേക്കാണ് സെമനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് IUI. ഫുൾ ഫോം എന്താ, ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചായിരുന്നു, ആർട്ടിനെ കുറിച്ചായിരുന്നു അല്ലെ. ആർട്ടിന്റെ ഫുൾ ഫോം എന്തായിരുന്നു, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയും അല്ലെ. ഈ ആർട്ടിന്റെ പ്രധാനപ്പെട്ട എയിം, അൾട്ടിമേറ്റ് എയിം ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ചിൽഡ്രൻ. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം ആണ് ആരുടെ, ആർട്ട്. സോ അൾട്ടിമേറ്റ് എയിം ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഹാവ് ചിൽഡ്രൻ. അപ്പൊ ആർട്ടിന് കീഴിൽ കുറെ ടെക്നോളജീസ് വരുന്നുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞ IVF ഉണ്ട്, ICSI ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുത്തു ഉറപ്പായിട്ടും എക്സാമിന് വരുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ട്രീറ്റ്മെന്റ് കീഴിൽ വരുന്നതാ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കീഴിൽ വരുന്നതാ. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് വേണം. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇതിലേക്കിടുന്നു ഇതിലേക്കൊന്ന് കുത്തിയെടുക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അല്ലത്. ഹൈലി സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തത്, ഇറ്റ് റിക്വയർ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ്. വിലപിടിപ്പുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രം സക്സസ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉള്ളൂ. മൂന്നാമത്തത്, എക്സ്പെൻസീവ് കെമിക്കൽസ് വേണം. ഞാൻ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി, IVF എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മുടെ ലാബോറട്ടറിയിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്രയും എക്സ്പെൻസീവായ കെമിക്കലുകൾ യൂസ് ചെയ്താൽ മാത്രമേ ഔട്ട്സൈഡ് ദ ലാബ് ഈ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടക്കാൻ, ഔട്ട്സൈഡ് ദ യൂട്രസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽസിന്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് എക്സ്പെൻസീവ് കെമിക്കൽ, ധാരാളം വിലപിടിപ്പുള്ള കെമിക്കൽസ് വേണം. അപ്പൊ എന്താണ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് വേണം, എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ്സ് വേണം, എക്സ്പെൻസീവ് എന്ത് വേണം മക്കളെ, കെമിക്കലുകൾ വേണം. അപ്പൊ എന്താണ്, ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള, ഇത്രയും എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന, സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന, എക്സ്പെൻസീവ് കെമിക്കൽ ചെയ്യുന്ന ഇങ്ങനത്തെ ക്ലിനിക്കുകൾ ഇന്ത്യയിൽ തന്നെ വളരെയധികം കുറവാണ്. പിന്നെ ധാരാളം സാമ്പത്തികം വേണം എന്തിനു വേണ്ടി, ഈ ട്രീറ്റ്മെന്റിന്.
അപ്പോൾ ഇറ്റ് ഈസ് അഫോർഡബിൾ ടു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ. വളരെ പരിമിതമായ ആൾക്കാർക്ക് മാത്രമേ ഇത് എന്തേ ഉള്ളൂ, അഫോർഡബിൾ ആയിട്ടുള്ള സാമ്പത്തിക ലാഭമല്ല, സാമ്പത്തികമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള കഴിവുള്ളൂ. ഇപ്പൊ ധാരാളം മെഡിക്കൽ കോളേജിലൊക്കെ ഇതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് മാത്രമാണ് പറയുന്നത്. സോ ഇത്രയും ഫെസിലിറ്റിയിലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെയധികം കുറവാണ്. ഫ്യൂ സെന്റേഴ്സ് ആർ ദർ ഇൻ അവർ കൺട്രി. ആൻഡ് ഇതൊക്കെ എക്സ്പെൻസീവ് ആണ്. സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് വേണം, എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ്സ് വേണം, എക്സ്പെൻസീവ് കെമിക്കൽസ് വേണം. എന്തിനു വേണ്ടി? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇറ്റ് ഈസ് അഫോർഡബിൾ ടു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് അഫോർഡബിൾ ഓൺലി ടു ലിമിറ്റ്. പരിമിതമായ ആൾക്കാർക്ക് മാത്രമാണ് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ഹ്യൂജ് എക്സ്പെൻസ് കൊണ്ട് ആയിരിക്കും. പിന്നെ സെന്റേഴ്സും വളരെയധികം രാജ്യത്ത് തന്നെ കുറവല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ധാരാളം പേർക്ക് കപ്പിൾസിന് കുഞ്ഞുങ്ങളില്ലാതെ കുറേ കാലം ഞാൻ നിൽക്കേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്ത് ധാരാളം ഓർഫൻസ് ഉണ്ട്. ഓർഫൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരോടാണ്, കപ്പിൾസിനോടാണ് നമ്മൾ പറയേണ്ടത്. ധാരാളം ഓർഫൻസ്, അനാഥ കുട്ടികളുണ്ട്, പിന്നെ ദരിദ്രരായ കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ലീഗലി അഡോപ്റ്റ് ചെയ്യാം, നിയമപരമായി ദത്തെടുക്കാം, എന്നിട്ട് നമുക്ക് മക്കളെ പോലെ വളർത്താം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളാകും ചെയ്യും. ഈ ട്രീറ്റ്മെന്റുകളൊന്നും വിധേയമാകാതെ തന്നെ അവർക്ക് ലീഗലി അഡോപ്റ്റ് ചെയ്ത് സ്വന്തം മക്കളെ പോലെ വളർത്താനുള്ള അനുവാദം ഇന്ത്യൻ ലോ, നമ്മുടെ ഇന്ത്യയുടെ നിയമം, ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഇതോടുകൂടി ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതോടുകൂടി NP ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്ററും അവസാനിച്ചിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് സുവോളജിയിലെ 12ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഏകദേശം 5 എപ്പിസോഡുകളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു. ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നല്ല സ്കോറിന് സാധ്യതയുള്ളതാണ്. ഈ ചാപ്റ്ററിന് മറ്റൊരു പ്രത്യേകത, ധാരാളം ഷോർട്ട് ഫോംസ് ഉണ്ട്. ആ ഷോർട്ട് ഫോമുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതാണ്. അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കഴിയുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്താണ് പ്രത്യേകത വെച്ചാൽ പിന്നെ ഞാനൊരു പുതിയ വീഡിയോ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വേണ്ടതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.